Hello. Welcome to Market Discussion of the Day. Today, 4th of January 2025, Saturday ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ, അടുത്ത ആഴ്ച എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസുകൾ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ദിവസം ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഓക്കെ, സോ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ അടുത്ത ബാച്ച് മൺഡേ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് അടുത്ത മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്ത്യൻ ടൈമിംഗ് രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ച് ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, 2 ആഴ്ചത്തെ ക്ലാസ്സാണ്. എല്ലാ ദിവസവും 1 മണിക്കൂർ വെച്ചിട്ടായിരിക്കും ക്ലാസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സും ഉണ്ടാവും. ഇതാണ് മൊത്തത്തിൽ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, നമുക്ക് എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ ഫണ്ടമെൻ്റൽസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് അടുത്ത മൺഡേ പ്രത്യേകിച്ച് വലിയ ഫണ്ടമെൻ്റൽസ് ഒന്നുമില്ല, ന്യൂസുകളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് മൺഡേ എന്ന് പറയുന്നത്. പക്ഷേ മൺഡേ ഈ വീക്കെൻഡിൽ നടന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, റഷ്യയിൽ നിന്ന് ഉക്രൈൻ ത്രൂ വരുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് സപ്ലൈ ടു യൂറോപ്പ് അത് നിർത്തലാക്കി എന്നുള്ളൊരു ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് ഗോൾഡ് കുത്തനെ മുകളിലോട്ടും യൂറോയും GBP ഒക്കെ താഴോട്ട് പോകുന്നൊരു കാഴ്ച നമ്മൾ തേഴ്സ്ഡേ ഫ്രൈഡേ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിൻ്റെ തീരുമാനങ്ങളും അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് മൺഡേ ആണ്. ഓക്കെ, സോ അതേപോലെ തന്നെ ഹമാസ് ഇസ്രയേൽ വാറിനെ സംബന്ധിക്കുന്ന പീസ് ടോക്ക് ഖത്തറിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, അതെങ്ങനെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മൺഡേ ആണ് നമ്മൾ മാർക്കറ്റിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി പറയാനായിട്ടുള്ളത്, മാർക്കറ്റിൽ നിന്ന് നമ്മൾ മൺഡേ മാർക്കറ്റിൽ നല്ല രീതിയിൽ ഒന്ന് കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. വേറെ ന്യൂസുകൾ കലണ്ടർ ബേസിലൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ്. ഇത് കൺസിഡർ ചെയ്ത് പോകണം എന്നുള്ളതാണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ വർഷത്തെ 2025 പുതിയ ആൾക്കാർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഒരുപാട് ഫണ്ടുകൾ മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്ന ദിവസമാണ് മൺഡേ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതൊക്കെ കാരണം നമുക്ക് ഉറപ്പായിട്ട് ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും. വലിയൊരു ന്യൂസിനെക്കാട്ടിലും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് മൺഡേ. സോ ബി കെയർഫുൾ ഓൺ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് മൺഡേ. ഉറപ്പായിട്ടും US മാർക്കറ്റ് തുറക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്. സോ ബെറ്റർ സ്റ്റേ അവേ ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ട്രേഡ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള ആൾക്കാർക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ട്യൂസ്ഡേയിലോട്ട് വരുമ്പോൾ ട്യൂസ്ഡേ നമുക്ക് പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും തന്നെ ട്യൂസ്ഡേ ഇല്ല. ഓക്കെ, സോ ട്യൂസ്ഡേ നമുക്ക് വരുന്നത് ജോൾഡ് ജോബ് ഓപ്പണിംഗ് ആണ്. UK ടൈമിംഗ് 3 മണിക്കാണ് ജോൾഡ് ജോബ് ഓപ്പണിംഗ് വരുന്നത്. അതിനുശേഷം ISM നോൺ മാനുഫാക്ചറിങ് PMI ഉണ്ട്. ഓക്കെ, സോ വെനസ്ഡേ നമുക്ക് ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട്. EIA ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ തേഴ്സ്ഡേ നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം, എല്ലാ തേഴ്സ്ഡേയും വരുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. സോ ഫ്രൈഡേ നമുക്ക് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ ഫാം പേറോൾ വരുന്നു എന്നുള്ളതാണ് ഫ്രൈഡേയിലത്തെ ഇമ്പോർട്ടൻസ്. സോ നമുക്ക് മൺഡേ ടു തേഴ്സ്ഡേ ഒരു ഫണ്ടമെൻ്റൽ ഡേ ആയിട്ട് ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഫ്രൈഡേ നമുക്ക് അങ്ങനെ ഒരു ഡേ ഇല്ല. ഫ്രൈഡേ ഒരു ഹോളിഡേ ആണെന്ന് വിചാരിച്ച് ട്രേഡ് ചെയ്യുന്ന മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത്. ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം, ആ ദിവസം മറന്നുള്ളൂ. ആ ദിവസം നമുക്ക് ട്രേഡ് ചെയ്യണ്ട എന്നങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അല്ലേ. സോ നമുക്ക് നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് നമ്മൾ വരുമ്പോൾ USD JPY ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്രൈഡേയിലത്തെ ക്ലോസിംഗ് 157.228 ഓക്കെ, സോ 158 നമുക്ക് മൺഡേ 7:30 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. നേരെ മറിച്ച് 156 അടുത്ത് 156 156.40 ഇടയ്ക്കാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരുപാട് കാലത്തേക്കൊന്നും അല്ല,
നമുക്കൊരു നാളെ ഒരു ദിവസത്തേക്കൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാനിപ്പോൾ JPYയിൽ പറഞ്ഞത്. ഓക്കെ, JPYയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി 162 എന്ന് പറയുന്ന JPYയുടെ ഓൾ ടൈം ഹൈയിൽ സെല് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു പോയിന്റ്. അങ്ങനെ ഒരു സെല്ല് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 152 വരെ 152 വരെ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടാനും ഒരു ലോങ്ങർ ടേമിൽ നമുക്ക് കിട്ടാനും ഉള്ളൊരു പോസിബിലിറ്റിയാണ് JPYയിൽ കാണുന്നത്. കാരണം ഇപ്പോൾ ഈ പറയുന്ന റഷ്യയിൽ നിന്നുള്ള ഈ പറയുന്ന നമ്മുടെ പൈപ്പ് ലൈൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഒരിക്കലും നമ്മുടെ JPYയെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനകത്ത് ഇത് അഫക്റ്റ് ചെയ്യാത്ത ഒരേ ഒരു കറൻസി JPY ആണ്. അതുകൊണ്ടിട്ട് തന്നെ JPY കുറച്ചുകൂടെ ഒരു എന്താ പറയുക സേഫാണ് നമുക്കിപ്പോൾ ട്രേഡ് ചെയ്യാൻ. നമുക്ക് GBPയുടെ പറ്റിയോ അല്ലെങ്കിൽ യൂറോനെ പറ്റി എന്താണ് അതിനകത്തുള്ളൊരു എങ്ങനെയാണ് ഇത് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് ഇതേവരെ അറിയില്ല. അത് ഉറപ്പായിട്ടൊരു ലോങ്ങർ ടേമിൽ തന്നെ ഈ പറയുന്ന പൈപ്പ് ലൈൻ്റെ പ്രോബ്ലം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്. ഇതിനെ തുടർന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെയൊക്കെ സാധനങ്ങളുടെയൊക്കെ വിലക്കയറ്റമൊക്കെ വല്ലാതെ കൂടാനായിട്ടുള്ള പോസിബിലിറ്റിയൊക്കെ ഭയങ്കരമാണ്. ഓക്കെ, സോ ഇത് ഈ ഒരു ഫണ്ടമെൻ്റൽ ഇപ്പം ഈ പറയുന്ന പർട്ടിക്കുലർ ഫണ്ടമെൻ്റൽ ഒരു ലോങ്ങർ ടേമിലോട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും മാർക്കറ്റിനെ എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു യൂറോ ഇപ്പോൾ നിൽക്കുന്നത് മാർക്കറ്റ് ഒന്ന് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. 1.0230 ഒക്കെ അടുത്ത് വരെ നമ്മുടെ ഷാഡോ പോയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ക്ലോസ് ആയത് എന്തായാലും 1.03081 ഓക്കെ, സോ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. നമുക്കൊരു നല്ലൊരു പ്രോപ്പർ ബൈ 1.0500 മുകളിലാണ്. ഒരു കണ്ണടച്ചൊരു ബൈ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 1.0800 മുകളിലായിട്ട് കയറണം. ഓക്കെ, സോ അല്ല നമുക്ക് മാർക്കറ്റ് ഇനിയും താഴോട്ട് പോവാണ്. 1 അതായത് 1.11 അതായത് US ഡോളറും യൂറോയും ഈക്വൽ പ്രൈസ് ആവുന്നൊരു സമയം ഉണ്ടെങ്കിൽ, അങ്ങനെ കഴിഞ്ഞ വർഷം ഒരു ഓഗസ്റ്റിൽ ആ ഒരു പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന് മുന്നേ അത് 20 വർഷം മുന്നെയാണ് അതിന് മുന്നേ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് വേണമെങ്കിൽ നമുക്കൊരു ബൈ ചെയ്യാം. അത് ടെക്നിക്കാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടല്ല, നമുക്കൊരു 20 വർഷത്തെ ലോവർ പോയിന്റിലോട്ട് കിട്ടുന്നത് കൊണ്ടിട്ട് നമുക്ക് അവിടുന്ന് ബൈ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് എനിക്ക് യൂറോയിൽ പറയാനുള്ളത്. യൂറോയിൽ പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, GBPയിലോട്ട് വരുമ്പോൾ GBP എപ്പോഴും നമ്മൾ പറയാറുണ്ട് എന്താണ് ഒരു സ്റ്റേബിൾ കറൻസി ആണെന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ GBPയിൽ ഇപ്പോൾ ഇന്നലെ നമ്മൾ നമ്മുടെ US ഓപ്പൺ ആയതും യൂറോപ്പ് ക്ലോസ് ആയതും മാർക്കറ്റ് ക്ലോസ് ആയതും 1.2400 മുകളിലായതുകൊണ്ടിട്ട് നമുക്ക് നാളെ തിങ്കളാഴ്ച രാവിലെ ഇന്ത്യൻ ടൈം 7:30 മണിക്ക് 1.2400 അടുത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ മെനഞ്ഞാന്ന് തേഴ്സ്ഡേ പോയ ലോവർ പോയിന്റ് ഉണ്ടല്ലോ, തേഴ്സ്ഡേ പോയ ലോവർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.23520 ആണ്. ഓക്കെ, സോ അതിനകത്ത് $1 താഴെയായിട്ട്, അതായത് 1.2340 താഴെ 40 ഒക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ഇവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നമുക്ക് GBP പറഞ്ഞു കഴിഞ്ഞാൽ. അതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു 1 ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 0.5 ലോട്ട് മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം 1.2500 മുകളിലായിട്ടാണ് നമുക്കൊരു പ്രോപ്പർ എന്താ പറയുക ഒരു നല്ലൊരു ബൈ പോയിന്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഓൾ ടൈം നമ്മുടെ ഫേവറേറ്റ് ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് 2664 വരെ വെള്ളിയാഴ്ച പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് 2660 റെസിസ്റ്റ് ചെയ്യുന്നത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രോപ്പറായിട്ട് അവിടെ സെല്ലെടുത്തിട്ടുള്ള ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് ഓൾമോസ്റ്റ് ഒരു 200 പിപ്പിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് 2639 നാളെ രാവിലെ തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്ക് നമുക്ക് 2630 കിട്ടുകയോ അല്ലെങ്കിൽ 2620 കിട്ടുകയോ 7:30 ക്യാൻഡിൽ ഇതിൻ്റെ അതായത് 2630 30 to 34 35 ആ റേഞ്ചിലോ 20 to 25 ആ റേഞ്ചിലോ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് ഗോൾഡിൽ പറഞ്ഞു തരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, കാരണം എന്താ പറയുക ഉറപ്പായിട്ട് എന്തൊക്കെ സംഭവിച്ചാലും സ്റ്റോപ്പ് ലോസ് ഇടാതെ ചെയ്യരുത്. സ്റ്റോപ്പ് ലോസ് എന്തായാലും നമുക്ക് ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ നേരത്ത് ഉറപ്പായിട്ട് ഏതൊരു സംഭവമാണെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ലോസിന് പ്രത്യേകിച്ച് തിങ്കളാഴ്ച നമുക്ക് എന്തായാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ നമ്മൾ ഗോൾഡിൽ ട്രേഡ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. കാരണം ഒരുപാട് പുതിയ ഫണ്ടുകൾ മാർക്കറ്റിലോട്ട് വരുന്ന ദിവസമാണ്. ചിലപ്പോൾ സീസ് ഫയറിൻ്റെ ന്യൂസുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വേൾഡിൽ ഒരുപാട് അൺസർട്ടനിറ്റീസ് നടക്കുന്നുണ്ട്. ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ഗോൾഡിൽ ചെയ്താണ് എനിക്ക് പറയാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി. ബൈ സൈഡിൽ മാത്രം തൽക്കാലം
നിന്നാൽ മതിയാവും ഗോൾഡിൽ. ഓക്കെ, സെല്ലിലോട്ട് പറയാറായിട്ടില്ല. അപ്പം എന്തായാലും നമുക്ക് 2630 കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കൊരു നല്ലൊരു മൂവ്മെൻറ്റ് തന്നെ അവിടുന്ന് മുകളിലോട്ട് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് സീസ് ഫയറിൻ്റെ ന്യൂസുകളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ, കാരണം അങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസം എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളുടെ അടുത്ത ബാച്ച് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്ന, മറ്റന്നാൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എത്രയും പെട്ടെന്ന് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്ന് ഒന്നും കൂടെ പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനുമായിട്ട് തിങ്കളാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ.